Hello everyone, welcome to Ace Chemistry. ഇന്ന് നമ്മൾ named reactions ഒരു reagent ആണ് നോക്കാൻ പോകുന്നത്. Named reactions and reagents എന്ന മൊഡ്യൂളിൽ ഒരു reagent നോക്കാണ് MCPB കേട്ടോ. ലാസ്റ്റ് ക്ലാസ് നമ്മൾ NBS നോക്കി അല്ലേ? N-bromosuccinimide പഠിച്ചു. പിന്നെ നമ്മൾ നോക്കുന്നത് MCPB ആണ്. എന്താണ് MCPB എന്ന് നമുക്ക് ആദ്യം അറിയണം. MCPB ന്റെ full form എന്ന് പറയുന്നത് അതിന്റെ expansion പറയുന്നത് metachloro benzoic acid. ഇതാണ് MCPB. Metachloroperbenzoic acid. അപ്പോൾ നമുക്ക് ഈ ഫോർമുല നിന്ന് മനസ്സിലാകും ബെൻസോയിക് ആസിഡ് എന്തായാലും ആദ്യം എഴുതണം. ബെൻസോയിക് ആസിഡ് നമ്മുടെ ബെൻസോയിക് ആസിഡിൽ ഇവിടെ എന്താണ് ഇവിടെ COH വരണം. പക്ഷെ ഇവിടെ എന്താണ് വെറും ബെൻസോയിക് ആസിഡ് അല്ല, ഇവിടെ എന്താ പെർ ബെൻസോയിക് ആസിഡ് അല്ലേ? പെർ ബെൻസോയിക് ആസിഡ് ആസിഡ് ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ പെറിനടുത്ത് എന്താ ഇവിടെ എക്സ്ട്രാ ആയിട്ട് പെറോക്സി ആണ് അല്ലേ? അതായത് ഇവിടെ എന്ത് വരും, ഒരു എക്സ്ട്രാ ആയിട്ട് O ഇവിടെ വരും. ഇങ്ങനെയാണ് വരാം. പിന്നെ മെറ്റാ പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട് അല്ലെ? മെറ്റാക്ലോറോ അല്ലേ? അത് മെറ്റാ പൊസിഷൻ ഇവിടെ എന്തുണ്ട്? ക്ലോറിൻ ഉണ്ട്. ഇതാണ് മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാർബൺ ഇല്ലേ, അതായത് ഈ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ഇത് കേട്ടോ. ഇതെന്താണ്? ഹൈലി ഇലക്ട്രോഫിലിക് ആണ്. അതായത് കാരണം എന്താ, ഇവിടെ ഒരു CO ഗ്രൂപ്പ് ഉണ്ട് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ മാക്സിമം അങ്ങോട്ട് പോകും. ഈ കാർബൺ ഈ ഓക്സിജൻ എന്ത് ഓക്സിജനാ? ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള ഓക്സിജൻ ആണ്. ഇലക്ട്രോഫിലിക് ആണ്. സോ ഇവിടെ സംഭവിക്കുന്നത് ഈ MCPB എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈൽ ആയിട്ടാണ് ബേസിക്കലി ആക്ട് ചെയ്യുന്നത്. എന്തായിട്ടാണ്? ഇലക്ട്രോഫൈൽ ആണ്. അപ്പൊ അതുകൊണ്ട് MCPB ആരാണ് അറ്റാക്ക് ചെയ്യുക? ഇലക്ട്രോൺ റിച്ച് സെന്ററുകളായിട്ട് നമ്മുടെ ആൽക്കീൻ ഒക്കെ പോലെ ആൽക്കീൻസിനാണ് കാര്യമായിട്ട് ഇത് അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ആൽക്കീൻ അറ്റാക്ക് ചെയ്തിട്ട് ഇത് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോക്സൈഡ് ആണ്. പ്രൊഡക്റ്റ് ഏതാണ്? എപ്പോക്സൈഡ്. ക്ലിയർ ആയ എക്സാമ്പിൾ വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആൽക്കീൻ ഉണ്ട്. ഇതാണ് നമ്മൾ ആൽക്കീൻ. ഈ ആൽക്കീൻ നമ്മൾ MCPB നമ്മൾ ആഡ് ചെയ്യുന്നു. MCPB ആഡ് ചെയ്യുന്നു. കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? സിമ്പിൾ ആണ്. ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ ഡബിൾ ബോണ്ടിൽ അറ്റാക്ക് ചെയ്യാം. ഈ ഡബിൾ ബോണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ എപ്പോക്സൈഡ്, ഇവിടെ ഓക്സിജൻ കൊടുക്കാം. ഇതാണ് എപ്പോക്സൈഡ് അല്ലേ? ഈ ആൽക്കീൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ടാവും? എപ്പോക്സൈഡ് ഉണ്ടാവും. ഇത് ആൽക്കീൻ ആണ്, ഇത് എപ്പോക്സൈഡ് ആണ്. ബേസിക്കലി ഇപ്പൊ MCPB ഉപയോഗിച്ചിട്ട് എന്താണ് ആഡ് ചെയ്യുന്നത്? ഈ ഓക്സിജൻ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എപ്പോക്സൈഡ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. ക്ലിയർ ആയി? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇങ്ങനെ രണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് CH3 ഗ്രൂപ്പ്, രണ്ട് മിഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ MCPB വരുന്നുണ്ട്. MCPB DCM സോൾവെന്റ് DCM കേട്ടോ, MCPB. അപ്പൊ ഇങ്ങനെ പ്രൊഡക്റ്റ് വരുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡബിൾ ബോണ്ട് ഇല്ലേ? അതായത് രണ്ട് ഡബിൾ ബോണ്ട് പറയുമ്പോൾ ഒന്ന് ഇതാണ്. ഈ രണ്ട് ഡബിൾ ബോണ്ടിൽ എവിടെയാണ് എപ്പോക്സൈഡ് ഫോം ചെയ്യുക? എവിടെ എപ്പോക്സൈഡ് ഫോം ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? നമ്മൾ ഓൾറെഡി പറഞ്ഞു എപ്പോക്സൈഡ് എന്ന് പറയുന്ന ഹൈലി ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെന്ററിനെ അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ എവിടെയാണോ മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ള അവിടെ ആയിരിക്കും ഈ ഓക്സിജൻ വന്നിട്ട് എപ്പോക്സൈഡ് ഫോം ചെയ്യുക. അപ്പൊ ഇവിടെ എവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ? ഈ ഡബിൾ ബോണ്ട് ആണോ? ഈ ഡബിൾ ബോണ്ട് ആണോ? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ ഏത് ഡബിൾ ബോണ്ടാ? ഇവിടെ ആയിരിക്കും. അതിന്റെ റീസൺ എന്താ? ഇവിടെ രണ്ട് CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? രണ്ട് CH3 ഗ്രൂപ്പ് ഇല്ലേ? ഈ CH3 ഗ്രൂപ്പ് രണ്ടും എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവരെന്ത് ഗ്രൂപ്പ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്, അതായത് +I എഫക്റ്റ് ആണ് അല്ലെ? ഇവർ രണ്ടും +I ഗ്രൂപ്പുകളാണ് ഈ CH3 പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇതിലേക്ക് ഇലക്ട്രോൺ ഇവർ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്താവും? ഇലക്ട്രോൺ റിച്ച് ആവും ഡ്യൂ ടു പ്രസൻസ് ഓഫ് +I ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് ഈ എപ്പോക്സൈഡ് ഫോം ചെയ്യാം എവിടെയായിരിക്കും? ഈ +I ഗ്രൂപ്പുള്ള CH3 അടുത്തുള്ള CH3 അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ അതിന്റെ ഇടയിലായിരിക്കും എപ്പോക്സൈഡ് ഫോം ചെയ്യുക. എങ്ങനെ ഫോം ചെയ്യും? ഇവിടെ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ആയിരിക്കും ഫോം ചെയ്യാം. ക്ലിയർ ആയി? പിന്നെ നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചിട്ട് നമുക്ക് ഇത് എഴുതാം കേട്ടോ. ഇത് നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി ഇല്ലാതെയാണ് എഴുതുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചിട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ സപ്പോസ് ഇങ്ങനെ വരുമ്പോൾ ഈ മീഥൈൽ ഗ്രൂപ്പ് ഡാഷിലാന്ന് വെച്ചോളൂ. മീഥൈൽ ഗ്രൂപ്പ് രണ്ടും എവിടെയാണ്? ഡാഷിലാണ്. അപ്പൊ എപ്പോക്സൈഡ് ഫോം ചെയ്യുക എവിടെയായിരിക്കും? വെഡ്ജിലായിരിക്കും. ഇങ്ങനെ എപ്പോക്സൈഡ് ഫോം ചെയ്യാം. ഇനി അതിനൊപ്പം തന്നെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ മിഥൈൽ ഗ്രൂപ്പ് ഡാഷിലാണ്. എപ്പോക്സൈഡ് MCPB അറ്റാക്ക് ചെയ്യും, വെഡ്ജിലൂടെ അറ്റാക്ക് ചെയ്യും. മാക്സിമം സ്റ്റെറിക് ഹിൻഡ്രൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ അറ്റാക്ക് ചെയ്യും, വെഡ്ജിലൂടെ അറ്റാക്ക് ചെയ്യും MCPB. അതുകൊണ്ട് ഈ O എന്ന് പറയുന്നത് നമുക്ക് വെഡ്ജ് കിട്ടും, സോറി ഡാഷ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഫോം ചെയ്യും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം മതി. ഇനി അടുത്തൊന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. OCH3 കേട്ടോ. ഇവിടെ ഏതാ ഗ്രൂപ്പ്? ഇത് വെഡ്ജിലാട്ടോ. OCH3 വെഡ്ജിലാണ്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ MCB എങ്ങനെ അറ്റാക്ക് ചെയ്യും? MCPB. ഓക്കെ. അപ്പൊ ഇതെന്താണ്? OCH3 നിൽക്കുന്നത് വെഡ്ജിലാണ്. അപ്പൊ നമുക്ക് എപ്പോക്സൈഡ് ഫോം ചെയ്യേണ്ട ഇവിടെ ഡബിൾ ബോണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഫോം ചെയ്യും. എളുപ്പമാണ്. എങ്ങനെ ഫോം ചെയ്യും? ഡാഷ് ഫോം ചെയ്യും. ബിക്കോസ്
ഈ OCS3 above the plane വെഡ്ജിൽ നിൽക്കുന്നതുകൊണ്ട് ഈ എപ്പോക്സൈഡ് ബിലോ ദ പ്ലെയിൻ അറ്റാക്ക് ചെയ്യുള്ളൂ. ഐ മീൻ MCPB ബിലോ ദ പ്ലെയിൻ അറ്റാക്ക് ചെയ്യും. എപ്പോക്സൈഡ് ഫോം ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ O വെഡ്ജിൽ ഡാഷിലാണ് വരിക. അതായത് ഡാഷ് കേട്ടോ, ഡാഷ് പറയുമ്പോൾ ബിലോ പ്ലെയിൻ, ബിലോ ദ പ്ലെയിൻ അല്ലെ, ബിലോ ദ പ്ലെയിൻ. സിമ്പിൾ ആയിട്ട് എന്തിനു വേണ്ടിയിട്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. O ആറ്റം ഈ ഓക്സിജൻ വരുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ നിന്നായിരിക്കും. OCS3 വെഡ്ജ് ആയതുകൊണ്ട് O വരുന്നത് ഡാഷിലൂടെ ആയിരിക്കും. സ്റ്റെറിക് ഹിൻഡ്രൻസ് അവോയ്ഡ് ചെയ്യാം അല്ലെ. സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ് ഇവിടെ പ്രശ്നം. അതുകൊണ്ടാണ് അങ്ങനെ ഓപ്പോസിറ്റ് സ്റ്റീരിയോകെമിസ്ട്രിയിൽ വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ കേസിൽ നോക്കിയേ, ഈ കേസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് നമുക്ക് സ്റ്റെറിക് ഹിൻഡ്രൻസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ടാത്തൊരു കേസാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വെഡ്ജിലാണ്, വെഡ്ജിൽ തന്നെയാണ് വരുന്നത്. ഗ്രൂപ്പ് ഏതാ? OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പാണ് വെഡ്ജിൽ. നമുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ MCPB ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഡബിൾ ബോണ്ട് ഇവിടെ ആഡ് ചെയ്യണം, ഡബിൾ ബോണ്ടിന്റെ അവിടെ O ആഡ് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ ഡാഷ് കൊടുക്കാൻ വിചാരിക്കും, കാരണം OH വെഡ്ജിലല്ല, അപ്പൊ സ്റ്റെറിക് എഫക്ട് അവോയ്ഡ് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് വരും. അതായത് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത് കാരണം ഈ OHന്റെ സ്റ്റീരിയോകെമിസ്ട്രിയും ഈ വരുന്ന ഓക്സിജന്റെ സ്റ്റീരിയോകെമിസ്ട്രിയും ഒരേപോലെ ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കും? ഇതും വെഡ്ജ് ആയിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കും? വെഡ്ജ് ആയിരിക്കും കേട്ടോ, വെഡ്ജ് ആയിരിക്കും. കാരണം എന്താ? ഇവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇവിടെ ഈ ഓക്സിജനും ഈ OH ഹൈഡ്രജൻ തമ്മിൽ എന്ത് വരും? ഹൈഡ്രജൻ ബോണ്ടിങ് വരും. ഹൈഡ്രജൻ ബോണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ സ്റ്റീരിയോകെമിസ്ട്രി ആണ്, രണ്ടും വെഡ്ജിലായാലും ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുള്ളൂ. നമുക്ക് ഇവിടെ OCS3 ഇവിടെ OCS3 കേസിൽ, ഈ കേസിൽ എന്തില്ല? ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിലിറ്റി ഒന്നുമില്ല അല്ലെ. ഇവിടെ O ആണ്, ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്? സ്റ്റീരിയോകെമിസ്ട്രി നോക്കിയിട്ട് ബിലോ ദ പ്ലെയിൻ ആയിട്ട് മാറും. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഒരേ സ്റ്റീരിയോകെമിസ്ട്രി രണ്ടിനാവാൻ കാരണം? സ്റ്റെറിക് എഫക്റ്റിനെ ഓവർകം ചെയ്തിട്ട് ഒരേ സ്റ്റീരിയോകെമിസ്ട്രി വരാൻ കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. Hഉം ഈ Oയും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വരണമെന്നുണ്ടെങ്കിൽ രണ്ടും എന്തായിരിക്കണം? ഒരേ സ്റ്റീരിയോകെമിസ്ട്രി ആയിരിക്കണം. ക്ലിയർ ആയി? രണ്ടും എബോവ് ദ പ്ലെയിൻ ആണ് ഇവിടെ. ഓക്കെ, അതാണ് നമുക്ക് MCPB ഇപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. സപ്പോസ് ഇങ്ങനെയാണ് നമ്മുടെ മോളിക്യൂൾ. ഇവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് OMe ആണ്, ഇത് OCS3 അല്ലെ. OCS3 ഗ്രൂപ്പ്, ഇവിടെ Me ഉണ്ട്, മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതിലാണ് MCPB ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? എവിടെയാണ് ഈ O പോയിട്ട് എപ്പോക്സിഡ് എവിടെ ഫോം ചെയ്യുക? ഇവിടെയാണോ ഇവിടെയാണോ? ഏത് ഡബിൾ ബോണ്ടിലാ? തരാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് ഗ്രൂപ്പുകൾ എന്താ പ്രത്യേകത? രണ്ടും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് അല്ലെ. പക്ഷെ ഈ OMe എന്ന് പറയുന്നത് അത് എന്താണ്? +M ഗ്രൂപ്പ് ആണ്. +M അതായത് മീസോമറിക് എഫക്ട് കാണിക്കും +M. Me എന്ന് പറയുന്നതോ +I ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ +M ഉം +Iയും കൂടി ക്ലാഷ് ആയിട്ട് ഏതാണ് കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് കൂടുതൽ ഇലക്ട്രോൺ റിച്ച്, ആരാണ് ഈ കൂടുതൽ ഈ ഒരു ഡബിൾ ബോണ്ട് ഇലക്ട്രോൺ റിച്ച് ആക്കാന്ന് അറിയണമെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം +M ആയിരിക്കും ഓൾവേസ് +I ഇമ്പോർട്ടന്റ്. പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതിനാ? +M നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആവുക ഏതായിരിക്കും? ഈ OMe ഏത് ഡബിൾ ബോണ്ടിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതായിരിക്കും കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആവുക. ബിക്കോസ് OMe എന്താണ്? OCS3 എന്ന് പറയുന്നത് +M കാണിക്കുന്നു. Me ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, പക്ഷെ +I ഉള്ളൂ. അതുകൊണ്ടാണ് അത് OMeന്റെ അത്ര ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആവില്ല. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ആവും കൂടുതൽ ഇലക്ട്രോൺ റിച്ച്. അപ്പൊ പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ആ ഡബിൾ ബോണ്ട് എവിടെയാണോ അവിടെ പോയിട്ട് എന്ത് ഫോം ചെയ്യണം? എപ്പോക്സൈഡ് ഫോം ചെയ്യണം. ഈ ഡബിൾ ബോണ്ട് അവിടെ തന്നെ ഉണ്ടാവും. ക്ലിയർ ആയി? ഇങ്ങനെയാണ് ചെയ്യുന്നത്. സിമ്പിൾ അല്ല, അത്രേ ഉള്ളൂ. ഇനി ഓക്കെ, ഇത്ര നമുക്ക് കാര്യമായിട്ട് ഇത്രേ ഉള്ളൂ MCPB കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്ത് മാത്രം, നമ്മൾ ഡബിൾ ബോണ്ടിൽ പോയിട്ട് അവിടെ ഈ ഒരു എപ്പോക്സൈഡ് ഫോം ചെയ്ത് മാത്രം. അതേപോലെ തന്നെ ഏത് ഡബിൾ ബോണ്ടാണ് ഇലക്ട്രോൺ റിച്ച് ആവുക? ഇപ്പൊ സബ്സ്റ്റുവൻസ് വരുന്ന കേസിൽ നമ്മൾ നോക്കേണ്ട എന്താ? ഏതാണ് കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണോ? അതിൽ തന്നെ +M ഉം +I നോക്കിയിട്ട് അങ്ങനെ ഇലക്ട്രോൺ റിച്ച് ആകുന്ന ഡബിൾ ബോണ്ടിൽ വേണം നമ്മൾ എപ്പോക്സൈഡ് ഫോം ചെയ്യാൻ. പിന്നെ സ്റ്റീരിയോകെമിസ്ട്രി കൂടി നോക്കണം. ഇത്ര നമുക്ക് എന്തുള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാനുള്ളൂ. അപ്പൊ സിമ്പിൾ ആണ്, ചെറിയൊരു റിയേജന്റ് ആണ് MCPB. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഓർമ്മ വിചാരിക്കുന്നു. മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡ്, ഈ ഓക്സിജൻ ഇലക്ട്രോഫിലിക് ആണ്. സോ ഇതൊരു ഇലക്ട്രോഫിലിക് റിയേജന്റ് ആണ്. ഇത് അറ്റാക്ക് ചെയ്യുന്ന ആരായിരിക്കും? ഇലക്ട്രോൺ റിച്ച് സെന്ററിനായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇതിൽ ഓർക്കാനുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു നെയിം റിയാക്ഷൻ അല്ലെങ്കിൽ വേറെ റിയേജന്റ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.